ഇന്ന് ബ്ലഡ് മൂൺ ദൃശ്യമാകും. ആകാശത്ത് രക്തചന്ദ്രൻ എന്ന് പറയാം വേണമെങ്കിൽ. ഗ്രഹണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കാണുന്നതൊക്കെ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു അപൂർവ കാഴ്ചയാണ്. വർഷങ്ങളിൽ ചുരുക്കം അല്ലേ, 2-3 വർഷം കൂടുമ്പോഴൊക്കെയാണ് പലപ്പോഴും ഇത് കൃത്യമായിട്ട്. ചിലപ്പോൾ സംഭവിക്കുന്നത് പകലിലാണെങ്കിൽ, നമുക്ക് പകലാണെങ്കിൽ ആ സമയത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഈ വർഷത്തെ ബ്ലഡ് മൂണിൻ്റെ വിശേഷങ്ങൾ? വിശേഷം എന്ന് പറയുമ്പോൾ ബ്ലഡ് മൂൺ എന്താണെന്നൊന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നു. അതായത് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ഭൂമി ചന്ദ്രൻ്റെ അടുത്തേക്കെത്തുന്ന സൂര്യരശ്മികളെ തടഞ്ഞു വയ്ക്കും. അപ്പോൾ ഈ സൂര്യരശ്മികൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നീല നിറം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചുവപ്പ്, ഓറഞ്ച് നിറങ്ങൾ ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യും. ഇതോടുകൂടിയാണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ ചുവന്ന ചന്ദ്രനായിട്ട് മാറുന്നത്. ഇതിനെയാണ് ഈ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. അതായത് സെപ്റ്റംബർ 7 അതായത് ഇന്നും നാളെയും എന്ന് പറയുന്നുണ്ട്. 2 ദിവസങ്ങളിലായിട്ടാണ് ഈ ബ്ലഡ് മൂൺ ദൃശ്യമാവുക എന്നാണ് പറയുന്നത്. ഏതാണ്ട് 82 മിനിറ്റോളം ഇത് നമുക്ക് ദൃശ്യമാകും, കാണാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ഈ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോൾ ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുന്ന ഒരു സംഭവ വികാസമുണ്ട്. അങ്ങനെ ചന്ദ്രൻ പൂർണ്ണമായും ഭൂമിയുടെ നിഴലിൽ മറയുമ്പോഴാണ് അതിനെ പൂർണ്ണ ചന്ദ്രഗ്രഹണമെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്, വീണ്ടും പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭാഗികമായിട്ട് മറയുമ്പോൾ അതിനെ ഭാഗിക ചന്ദ്രഗ്രഹണം എന്നായിരിക്കും പറയുക. ഗ്രഹണ സമയത്ത് ഭൂമിയിലെ അന്തരീക്ഷ സാഹചര്യങ്ങളൊക്കെ ആശ്രയിച്ചിരിക്കും ഈ ചന്ദ്രൻ്റെ നിറവ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോഴാണ് വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ ഈ ബ്ലഡ് മൂൺ കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് നഗ്നനേത്രങ്ങൾ, അതായത് നമുക്ക് നേരിട്ട് നോക്കിയാൽ പ്രത്യേകിച്ച് അതായത് അതിൻ്റെ രശ്മികൾ ഏറ്റിട്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. നേരിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കാം, ബൈനോക്കുലർ വെച്ചിട്ട് നോക്കാം, അതല്ലാതെയുള്ള ഉപാധികൾ വെച്ചിട്ട് നോക്കാം എന്നൊക്കെയുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ നേരത്തെ ഞാൻ നോക്കുമ്പോൾ ഒരു മാധ്യമം ഇത് എങ്ങനെ ഫോട്ടോ എടുക്കണം, ഇത് ദൃശ്യമാകുമ്പോൾ എങ്ങനെ ഫോട്ടോ എടുക്കണം, ഫോണിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ഇത് ഫോട്ടോ എടുക്കാനായിട്ട്, അതിൻ്റെ ക്വാളിറ്റിയൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണം, അതിൻ്റെ കാര്യങ്ങളെല്ലാം എങ്ങനെ ക്രമീകരിക്കണം എന്നത് വരെയുള്ള ടെക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ 1-2 വർഷം കൂടുമ്പോൾ സംഭവിക്കുന്ന ഈ ഒരു കാര്യം എല്ലാവർക്കും ആകാംക്ഷയോടെ നോക്കിക്കാണുമ്പോൾ അത് ദൃശ്യങ്ങൾ പകർത്തുക എന്നുള്ളത് തന്നെ. ഇപ്പോൾ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നാളെ കാണാം പലരുടെയും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാ പോസ്റ്റുകളും ഒക്കെയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഏഷ്യയിലും യൂറോപ്പിലുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ കാത്തിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഈ ചുവന്ന ചന്ദ്രൻ അല്ലെങ്കിൽ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത്. ഇന്ത്യ അടക്കം ഏഷ്യൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ഓസ്ട്രേലിയയിലും എല്ലാം തന്നെ ഈ ഗ്രഹണം ദൃശ്യമാകും. കേരളത്തിൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഗ്രഹണം പൂർണ്ണമായിട്ടും കാണാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ സമയം രാത്രി 8:58 ഭൂമിയുടെ നിഴൽ ചന്ദ്രനുമേൽ വീണ് തുടങ്ങും. രാത്രി 11:41 പൂർണ്ണമായിട്ടും ചന്ദ്രനെ മറയ്ക്കുക എന്നാണ് പറയുന്നത്. 5 മണിക്കൂറും 27 മിനിറ്റും നീണ്ടു നിൽക്കുന്നതാണ് പൂർണ്ണ ചന്ദ്രഗ്രഹണം. ഈ ചന്ദ്രഗ്രഹണം ഒരു ബ്ലഡ് മൂൺ ആയിരിക്കും. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുമ്പോൾ ചന്ദ്രന് ചുവപ്പ് നിറം ലഭിക്കുന്ന പ്രതിഭാസമാണ് ഇത്. അപ്പോൾ 8-ാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് 22 മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഈ ചന്ദ്രബിംബത്തിന് മുകളിൽ നിന്ന് ഈ നിഴൽ മാറിത്തുടങ്ങും. അതോടുകൂടി അപ്പോൾ അത്രയും ദൈർഘ്യമുണ്ട് ഇതിന്. നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത് ഇത്രയും ദൈർഘ്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുറേ ചന്ദ്രഗ്രഹണം നടക്കുന്ന സമയങ്ങളൊക്കെ പല രാജ്യങ്ങളുടേതുമായിട്ട് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ലണ്ടനിൽ ഏതാണ്ട് വൈകുന്നേരം 7:00-നും 7:52-നും ഇടയിലാണ് പറഞ്ഞിരിക്കുന്നത്. പാരീസിലും കേപ്പ് ടൗണിലും 7:30 മുതൽ 8:52 വരെയും നീണ്ടു നിൽക്കും. ഇസ്താംബുൾ, കെയ്റോ, നെയ്റോബി എന്നിവിടങ്ങളിലൊക്കെ രാത്രി 8:30 മുതൽ 9:52 വരെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം കാണാനായിട്ട് ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. ഉറക്കഴിച്ചിരുന്ന് ഇതൊക്കെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇതിന് എനിക്ക് തോന്നുന്നു നമ്മുടെ ശാസ്ത്രപരമായിട്ട്, അതായത് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് തോന്നുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. വിശ്വാസപരമായിട്ട് ബ്ലഡ് മൂണിനെ പറ്റിയിട്ടില്ല, ചന്ദ്രനെ പറ്റി തന്നെ ഉണ്ടല്ലോ. അപ്പം ചന്ദ്രൻ്റെ എങ്ങനെയാണ് നമ്മൾ ചന്ദ്രനെ കാണുന്നത്? പൗർണമി ദിവസം ഈ കഴിഞ്ഞ തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ പൂർണ്ണ ചന്ദ്രനെ കണ്ടു. നല്ല തിളങ്ങി നിൽക്കുന്ന നല്ല പ്രകാശത്തിൽ ചന്ദ്രഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കണ്ടു. നമ്മളത് കാണാറുണ്ട്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ ചെറുതാവും, അവസാനം ഇങ്ങനെ ഒരു വര പോലെ മാത്രമായിട്ട് നിൽക്കും. ഇതിന് പിന്നൊരു കഥയുണ്ട്.
അതായത് ചന്ദ്രൻ എന്ന് പറയുന്ന ദേവനെ അറിയാലോ. ചന്ദ്രൻ കല്യാണം കഴിച്ചത് ആരെയാ? തൻ്റെ 27 ഭാര്യമാരുണ്ട് ചന്ദ്രന്, 27 നക്ഷത്രങ്ങൾ. അത് ദക്ഷൻ്റെ മക്കളാണ് ഈ 27 നക്ഷത്രങ്ങൾ. അപ്പോൾ 27 മക്കളെയാണ് ചന്ദ്രൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ചന്ദ്രൻ ഓരോ ദിവസവും ഓരോ വീട്ടിലാണ്, ഓരോ ഭാര്യമാരുടെ അടുത്ത് പോകും. അപ്പോൾ ചില ദിവസങ്ങളിൽ ചന്ദ്രൻ ചന്ദ്രൻ ചില ദിവസങ്ങളിൽ ഒരു വീട്ടിൽ ഒരു ദിവസവും കൂടെ അങ്ങ് തങ്ങും. ഇപ്പം രോഹിണിയോ അശ്വതിയോ കാർത്തികയോ മകയിരത്തിലോ എവിടെയെങ്കിലും ഒരു ദിവസവും കൂടെ അങ്ങ് തങ്ങുമ്പോഴത്തേക്ക് എന്ത് പറ്റും? അപ്പോൾ ഒരാളുടെ അടുത്ത് പോകുന്ന എണ്ണം കുറയുമല്ലോ. അപ്പോൾ അവർ നേരെ ചെന്നിട്ട് അച്ഛനായ ദക്ഷൻ്റെ അടുത്ത് പരാതി പറയും. അച്ഛാ, ഇങ്ങനെ എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത ആളില്ലേ എൻ്റെ അടുത്ത് ഈ മാസം വന്നിട്ടില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ദക്ഷൻ ചന്ദ്രനെ അടിക്കാൻ ഓടിക്കും. അപ്പോൾ ചന്ദ്രൻ നേരെ ഓടി. അപ്പോഴാണ് ഈ പറയുന്ന ശക്തി കുറഞ്ഞ് ചന്ദ്രൻ്റെ ശക്തി കുറഞ്ഞ് അവസാനം ഏറ്റവും ചെറുതാകുന്നു. അപ്പോൾ നേരെ ഓടി ശിവൻ്റെ ശിരസിൽ ചെന്ന് അഭയം പ്രാപിക്കും. അപ്പോഴാണ് ഇങ്ങനെ ഒരു ചെറിയ വെട്ട് പോലെ ഇങ്ങനെ ഇരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നീട് പതിയെ അടുത്ത മാസമാകുമ്പോൾ ശക്തി വെച്ച് പൂർണ്ണചന്ദ്രനായിട്ട് മാറും. അങ്ങനെ ഒരു കഥയാണത്. ഒരു വെറുതെ പറയുന്ന ഒരു രസകരമായ കഥയാണ്. അപ്പോൾ അത്തരത്തിലാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വിളിക്കുന്നത് എന്താ? അമ്പിളി അമ്മാവൻ, ചന്താമാമ എന്ന ഹിന്ദിയിലൊക്കെ വിളിക്കും. അപ്പോൾ അതിന് ഒരു വലിയ കാരണവരെ പോലെ ഒരു പരമ്പരയുടെ 2 വംശങ്ങളിൽ ഒന്നിൻ്റെ പേര് അതാണ്. ഒന്ന് ചന്ദ്രവംശവും ഒന്ന് സൂര്യവംശവുമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വംശത്തിൻ്റെ പേരാണ് ചന്ദ്രവംശം. സൂര്യവംശം ഭഗവാൻ ശ്രീരാമൻ്റെ വംശത്തിൻ്റെ പേര്. അപ്പോൾ അതുകൊണ്ടാണ് സൂര്യവംശത്തിനെ പറ്റിയിട്ടൊക്കെ വയലാറിൻ്റെ കവിതയിലൊക്കെ പറയുന്നുണ്ട്. താടക എന്ന് പറയുന്ന കവിതയിലൊക്കെ ആര്യവംശത്തിൻ്റെ അടിയറ വയ്ക്കുമോ സൂര്യവംശത്തിൻ്റെ സ്വർണ്ണസിംഹാസനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊട്ടെ എന്തായാലും അങ്ങനെ ചന്ദ്രവംശവുമുണ്ട്. അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്നതിനോട് അത്രയേറെ വലിയ പ്രത്യേകത നമ്മുടെ പുരാണങ്ങളിലും നമ്മുടെ ഈ പറയുന്ന വിശ്വാസങ്ങളിലും എല്ലാം ഉണ്ട് എന്നാണ്. അങ്ങനെയുള്ള ചന്ദ്രൻ്റെയാണ് ബ്ലഡ് മൂൺ. ഇപ്പോൾ രക്തവർണ്ണത്തിലുള്ള രക്തവർണ്ണം നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. വളരെ ഒരു ചുവപ്പിൻ്റെ ഒരു ലാഞ്ചനയുള്ള ഒരു വർണ്ണത്തിലേക്ക് ചന്ദ്രൻ എത്തുന്നത് എന്നുള്ളതാണ്. അത് ഒരു വലിയ കാഴ്ചയാണ്. കുറച്ചുകൂടി വികാസമുണ്ടായിരിക്കും ചന്ദ്രനെ കാണാനായിട്ട്, കുറച്ചുകൂടി വലിപ്പമുണ്ടായിരിക്കും. ആ ചന്ദ്രനെയാണ് കാണുന്നത്. അത് കാണുന്നതിലും അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതുമൊക്കെ അതൊക്കെ പോസ്റ്റ് ചെയ്യുന്നതുമൊക്കെ ഗംഭീര ക്യാമറ ഉണ്ടെങ്കിൽ അതിസുന്ദരമായിട്ട് അതിനെ പകർത്തിയെടുക്കാനും കഴിയും. ചിലർ അതിൻ്റെ പശ്ചാത്തലമൊക്കെ നന്നാക്കും. ഇപ്പോൾ മരങ്ങൾക്കിടയിലൂടെ അല്ലെങ്കിൽ തെങ്ങൻ തരപ്പിൻ്റെ കൂടെ ഇല്ലേ അങ്ങനെയുള്ള ഒരു ഫോട്ടോയൊക്കെ. പിന്നെ അതിൻ്റെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ കൂടിയുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ രീതിയിലൊക്കെയാണ് ബ്ലഡ് മൂണിൻ്റെ കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ചന്ദ്രനെ കാണുന്നതും ഈ പറയുന്ന വിശ്വാസപരമായ കാര്യങ്ങളിൽ ഇപ്രകാരമാണ് ചന്ദ്രനെ കാണുന്നത്. ചന്ദ്രൻ വലിയ ശേഷിയുള്ള, നമുക്കറിയാമല്ലോ നമ്മുടെ ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റങ്ങളുടെ വേലിയിറക്കത്തിൻ്റെയും കാരണങ്ങൾ തന്നെ ഈ പറയുന്ന അമാവാസിയും പൗർണമിയും ഒക്കെയാണ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായ സ്വാധീനം നമ്മളുടെ ഭൗമ അന്തരീക്ഷത്തിലും ഭൂമിയിലും എല്ലാം ചെലുത്താൻ കഴിയുന്ന ഒരു ഉപഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. വലിയ തോതിൽ ഈ പറയുന്ന നമ്മുടെ സാഹിത്യത്തിൽ നമ്മുടെ ജീവിതത്തിലും എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു സങ്കല്പം കൂടിയാണ്. അപ്പോൾ ആ മനോഹരമായ കാഴ്ച ഇന്ന് രാത്രിയിൽ കാണാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.